വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ചത് 5000 കോടി രൂപയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തടിയൂർ സർക്കാർ മോഡൽ LP സ്കൂൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ 5000 കോടി രൂപ വിനിയോഗിച്ചതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തടിയൂർ സർക്കാർ മോഡൽ LP സ്കൂൾ പുതിയ കെട്ടിട ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പാഠപുസ്തക വിതരണം, അധ്യാപക പരിശീലനം, സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരണം തുടങ്ങി എല്ലാ രീതിയിലും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കി. വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കാൻ പോർട്ടൽ സജ്ജമാണ്. വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് അധ്യാപകർ വഹിക്കണം. ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ തുല്യ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തടിയൂർ ഗവൺമെന്റ് മോഡൽ LP സ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. റാന്നി മണ്ഡലത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വരവൂർ ഗവൺമെന്റ് UP സ്കൂളിന് 1 കോടി രൂപ, കോട്ടങ്ങൽ ഗവൺമെന്റ് LP സ്കൂളിന് 1 കോടി രൂപ, പെരുവട്ടി ഗവൺമെന്റ് LP സ്കൂൾ, വടശ്ശേരിക്കര ഗവൺമെന്റ് LP സ്കൂൾ, നാറാണംമൊഴി ഗവൺമെന്റ് LP സ്കൂൾ, തള്ളിയൂർ ഗവൺമെന്റ് LP സ്കൂൾ, പ്ലാങ്കാർ ഗവൺമെന്റ് LP സ്കൂൾ, ബംഗ്ലാക്കടവ് ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയ്ക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് ഏതാണ്ട് 1 കോടി രൂപ വീതം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കടമുരട്ടി സ്കൂളിന് 1 കോടി രൂപ, കുന്ന് ഗവൺമെന്റ് LP സ്കൂളിന് 50 ലക്ഷം എന്നിവയ്ക്ക് MLA നൽകിയ കത്ത് പ്രകാരം പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുണ്ട്. റാന്നി സ്കിൽ ഹബ്ബ് 10 കോടി, തൊഴിൽ വകുപ്പാണ് നിർവഹണ ഏജൻസി. നോളജ് വില്ലേജിന് വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ ആയിട്ടുള്ള സമിതിയാണ് പദ്ധതിയുടെ മേൽനോട്ടം. സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി തുടർന്ന് വരികയാണ്. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം 5000 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർവഹിച്ചിരിക്കുന്നത്. റാന്നി മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിരവധി വികസന പദ്ധതികൾ നടക്കുന്നു. വരവൂർ സർക്കാർ UPS, കോട്ടാങ്ങൽ, പെരുമ്പട്ടി, വടശ്ശേരിക്കര